മാന്യരായ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഹിന്ദുത്വ വംശീയതയ്ക്കെതിരെ ജനങ്ങളുടെ ഐക്യം ഊട്ടിയുറപ്പിക്കാനായി ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകം സംഘടിപ്പിച്ച ഈ മഹാസമ്മേളനത്തിനോടുള്ള എൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഞാനിവിടെ എത്തിയത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചരിത്രപരമായ ഒരു സന്ദർഭമാണ്. എന്തുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ സാമൂഹിക അവസ്ഥയിൽ ഇത്തരത്തിലുള്ള ശക്തമായ ജനകീയ ഐക്യനിര അനിവാര്യമാണ് എന്നതിനെക്കുറിച്ച് നമ്മുടെ മുൻ പ്രാസംഗികരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും വിശദീകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഹിന്ദുത്വം എന്ന് പറയുന്ന ഇന്ത്യയിൽ ഇന്ന് ഭരണകൂടത്തിൻ്റെ നിയന്ത്രണം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ആപത്ത്, അത് ഈ രാജ്യത്തെ എങ്ങോട്ടാണ് എത്തിക്കുക എന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ ആഴത്തിലുള്ള അവബോധം ഉണ്ടാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം ഈ രാജ്യം വളരെ ആപൽക്കരമായ ഒരു പാതയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ 140 കോടി ജനങ്ങൾ, ഈ ജനങ്ങൾക്കിടയിൽ പരസ്പരം വെറുപ്പും ഭിന്നതയും വളർത്തുന്ന ഒരു ഭരണകൂടമാണ് ഈ രാജ്യം ഭരിക്കുന്നതെങ്കിൽ എങ്ങോട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എന്നതിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ടതായിട്ട് വരും. വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ രാജ്യമുള്ളത്. പണ്ട് ചോസർ കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, സ്വർണം പോലും തുരുമ്പ് പിടിക്കുന്ന കാലത്ത് ഇരുമ്പിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ സുപ്രീം കോടതി പോലും തുരുമ്പ് പിടിക്കുന്ന കാലത്ത് ഇന്ത്യയിലെ പോലീസുകാരൻ എങ്ങനെ പെരുമാറും എന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് സംശയിക്കണം? അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം, അപരത്വ നിർമ്മാണത്തിൻ്റെ ഒരു ഐഡിയോളജി, ഹിംസയുടെ ഒരു പാത, ഈ കാര്യങ്ങളാണ് ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപരത്വ നിർമ്മാണം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിങ്ങൾ എന്ന് പറയുന്ന കൂട്ടരെ മാത്രമല്ല ഈ അപരന്മാരായിട്ട് യഥാർത്ഥത്തിൽ സങ്കല്പിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഇരയായിട്ടിരിക്കാം, പക്ഷേ സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇടതുപക്ഷക്കാരും ദളിതരും ആദിവാസികളും ഒക്കെ ഉണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് ഗോൾവർക്കറുടെ കാര്യത്തെ RSS ആണ്. ഇപ്പോഴത്തെ അൾട്രാ മോഡേൺ RSSന് അങ്ങനെ ഐഡിയോളജി ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യൻ എസ്എസിൽ എൻ്റെ പത്രാധിപരായിരുന്നു അരുൺ ഷൂരി. ഒരു 10 വർഷം മുമ്പ് അരുൺ ഷൂരിയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ മുഴുവൻ നിങ്ങൾ എടുത്തു നോക്കൂ. അദ്ദേഹം മുഴുവൻ എഴുതിയിരിക്കുന്നത് ഈ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച്, ഇടതുപക്ഷക്കാരെക്കുറിച്ച്, ആദിവാസികളെക്കുറിച്ച്, ദളിതരെക്കുറിച്ചാണ്. അവരെ അപമാനിക്കുന്ന പുസ്തകങ്ങളാണ് എഴുതിയിരിക്കുന്നത്. വർഷിപ്പിംഗ് ഫാൾസ് ഗോഡ്സ്, തെറ്റായ ദൈവങ്ങളെ ആരാധിക്കുന്നവർ ആരാണ്? ആദിവാസികൾ. ഇൻ ദ ലാൻഡ് ഓഫ് ഫത്വാസ്, ഫത്വയുടെ രാജ്യം, ഫത്വയുടെ ലോകം, അതാരാണ്? മുസ്ലിങ്ങൾ. ആ തരത്തിൽ ക്രിസ്ത്യാനികളെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, മിഷണറിമാരെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ തരത്തിലുള്ള പുസ്തകം അദ്ദേഹത്തെ 5 പുസ്തകങ്ങളിൽ 5 പുസ്തകങ്ങളും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ, അതുപോലെ തന്നെ ദളിതരെ, ആദിവാസികളെ അപഹസിക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങളാണ്. അദ്ദേഹം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഘപരിവാര ബുദ്ധിജീവിയാണ്. ആ തരത്തിൽ ഗോൾവർക്കർ എന്ത് പറഞ്ഞോ അത് തന്നെ തുടർച്ചയായിട്ട് കഴിഞ്ഞ നൂറ്റാണ്ടായി അവരത് ആചരിച്ചു വരുന്നുണ്ട്, അത് പ്രയോഗിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിൻ്റെ ഐക്യം നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ തരത്തിലുള്ള സമ്മേളനം എന്ന നിലയിൽ ഞാൻ ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ ഇന്ന് എവിടെയാണ് എത്തിച്ചേർന്നത് എന്നതിനെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കണം. ഇന്ന് ലോകരംഗത്ത് ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? ഫലസ്തീനിൽ കഴിഞ്ഞ 5 മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളുടെ സമയത്ത് ഐക്യരാഷ്ട്രസഭയിൽ പല രാജ്യങ്ങളും കൊണ്ടുവന്ന പ്രമേയങ്ങളുടെ സമയത്ത് ഇന്ത്യയുടെ പ്രതിനിധി ഒളിച്ചോടുകയായിരുന്നു.
അദ്ദേഹത്തിന് വായ തുറന്നൊന്നും പറയാൻ സമയമുണ്ടായിരുന്നില്ല. ഒരു ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞിട്ടില്ല. ICJ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇത് വംശഹത്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയെ പോലൊരു രാജ്യമല്ല, മറിച്ച് സൗത്ത് ആഫ്രിക്കയെ പോലൊരു രാജ്യമാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 25 കോടി മുസ്ലിങ്ങളുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ 2, 3, 5% മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ രാജ്യമാണ് ലോകത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇത് ശരിയല്ല, അമേരിക്കൻ സാമ്രാജ്യത്വം ഇസ്രായേൽ അവർ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പരസ്യമായിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എവിടെ പോയി? അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോക സമൂഹത്തിന് മുമ്പിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ, ഈ രാജ്യം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥ പരമദയനീയമാണ്. അതിന് ഉത്തരവാദി മോദിയും മോദിയുടെ സർക്കാരുമാണ്. അത് കഴിഞ്ഞ ദിവസം ഇന്നലെ അദ്ദേഹം അബുദാബിയിൽ പോയി പ്രസംഗിച്ചത് ഞാൻ പൂർണ്ണമായിട്ടും കേൾക്കേണ്ട പ്രസംഗമാണ്. ഇന്ത്യയുടെ മഹാത്മ്യം അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ 5 ലക്ഷം കോടി ഡോളറിന്റെ രാജ്യമായി. ഇന്ത്യ പല രംഗത്തും നേട്ടങ്ങൾ കൈവരിച്ചു. അത് നേടി, ഇത് നേടി, മറ്റത് നേടി, മറിച്ചത് നേടി. ഇംഗ്ലണ്ടിനെ മാറ്റിയിട്ട് ഞങ്ങൾ 5ാം സ്ഥാനത്തെത്തി. ഇനിയിപ്പോൾ ജപ്പാനെ മാറ്റി ഞങ്ങൾ 3ാം സ്ഥാനത്തെത്തും. ഇംഗ്ലണ്ട് ഒരു ചെറിയ ഐലൻഡാണ്. ജപ്പാൻ കേരളം പോലൊരു ചെറിയ ഒരു പ്രദേശമാണ്. ഈ രാജ്യങ്ങളെയൊക്കെ മാറ്റി 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ 3ാം സ്ഥാനത്തെത്തുന്നു. എന്താ ഇപ്പോൾ ഇത്ര വലിയ പ്രത്യേകത? 3ാം സ്ഥാനത്തെത്തുന്നത് അംബാനിക്കും അദാനിക്കും കാശുണ്ടായി എന്നുള്ളതുകൊണ്ട് ഈ രാജ്യത്തുള്ള പാവപ്പെട്ടന് കാശുണ്ടാവുന്നുണ്ടോ? എന്തുകൊണ്ട് അത് പറയുന്നില്ല? അമേരിക്കയിൽ, ഇംഗ്ലണ്ടിൽ, ജപ്പാനിൽ ആളോഹരി വരുമാനം എത്ര? ഇന്ത്യയിൽ എത്ര? അവിടെ കിട്ടുന്നതിൻ്റെ 100-1 ഇന്ത്യയിലില്ല എന്നതാണ് വാസ്തവം. അപ്പൊ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പറയും ഇന്ത്യയുടെ മഹാത്മ്യം പറയും. ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം, അത് എന്തിനാ അവിടെ പോയത്? അവിടെ പോയത് അബുദാബിയിലെ അൽ നഹിയാൻ എന്ന് പറയുന്ന ഷെയ്ഖ്, അദ്ദേഹം ഒരു രാജഭരണാധികാരിയാണ്. അദ്ദേഹം ഇന്ത്യക്കാരായ ഹിന്ദു വിശ്വാസികളായ ആളുകൾക്കൊരു ക്ഷേത്രം പണിയാൻ സ്ഥലം കൊടുത്തിരുന്നു. ആ ക്ഷേത്രം അവിടെ പണിതു. 7 ഗോപുരങ്ങളുള്ള അസാധാരണമായ ഒരു മഹത്തായ കെട്ടിടം, ഒരു ക്ഷേത്രം. ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഞാൻ കരുതിയത് മോദി സ്വന്തം രാജ്യത്ത് താനും തൻ്റെ ഭരണാധികാരികളും തൻ്റെ മുൻകാല നേതാക്കളും ബാബ്രി മസ്ജിദ് കൊണ്ട് എന്താണ് ചെയ്തത് എന്നൊന്ന് ഓർക്കേണ്ടതായിരുന്നു. ബാബ്രി മസ്ജിദ് അടിച്ചു പൊളിച്ച ആളാണ്, അദ്ദേഹത്തിന്റെ ആളുകളാണ്. അവിടെ പോയിട്ട് അദ്ദേഹം ഒരു ഭരണാധികാരി, ഒരു മുസ്ലിം ഇസ്ലാമിക ഭരണാധികാരി, അദ്ദേഹത്തിന്റെ മഹാമനസ്കത കൊണ്ട് നൽകിയ ഒരു ക്ഷേത്രം, ആ ക്ഷേത്ര ഉദ്ഘാടന സദസ്സിൽ തൻ്റെ രാജ്യത്ത് താൻ ചെയ്തതിനെ കുറിച്ചുള്ള കുറ്റസമ്മതം നടത്താനല്ല, മറിച്ച് താൻ ചെയ്ത മഹാത്മ്യങ്ങളെ കുറിച്ച് പ്രസംഗിക്കാനാണ് അദ്ദേഹത്തിന് സമയം കിട്ടിയത്. എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. അപ്പൊ ആ തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവിടെ ജനാധിപത്യ ഭരണാധികാരിയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും ചേർന്ന് തെരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രിയാണ് അവിടെ പോയിട്ട് ഈ പ്രസംഗം നടത്തുന്നത്. പക്ഷെ അവിടെയുള്ള ഭരണാധികാരിയോ വളരെ മാന്യമായിട്ട് സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു മാന്യമായ ക്ഷേത്രം അവിടെ പണിയാൻ സമയം കൊടുത്തു. ഇവിടെയോ ക്ഷേത്രങ്ങൾ തകർക്കാനുള്ള കടുത്ത ഉത്സാഹത്തിലുമാണ്. മാത്രമല്ല അവിടെ പോണതിന് മുമ്പ് അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം പോണതിന് മുമ്പ് ചെയ്തത് 2 പേർക്ക് ഭാരതരത്നം കൊടുത്തു. 2 പ്രമാണിമാരായിട്ടുള്ള ആൾ, ഒന്ന് അഡ്വാനിജി, മറ്റത് PV നരസിംഹ റാവുജി. 2 പേരും ബാബരി മസ്ജിദ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് തലകുത്ത് വളരെ പാടുപെട്ട കക്ഷികളാണ്. അങ്ങനെ ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ട് ഭാരതരത്നം കൊടുത്തതിന് ശേഷം അവിടെ പോയിട്ട് പ്രസംഗിക്കുന്നത് ഇന്ത്യയുടെ മാഹാത്മ്യം. അപ്പൊ ആ തരത്തിലുള്ള ഒരു തരത്തിലുള്ള മാനസികമായിട്ടുള്ള എന്താ പറയുക, ഒരു ചിന്താശേഷി നശിച്ച ഒരു ഭരണാധികാരിയുടെ രാജ്യത്ത്, ഒരു തരത്തിലുള്ള ഭ്രാന്തിൻ്റെ വക്കത്തെത്തിയ ഒരു ഐഡിയോളജിയുടെ കാലത്ത് നമ്മൾ ജനങ്ങളെ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഇതിന് ഡബിൾ സ്റ്റാൻഡേർഡ്, ഈ ഇരട്ടത്താപ്പ്, ജനങ്ങളോടുള്ള ജനസമൂഹത്തോടുള്ള ഈ നിലപാടുള്ള ഈ ഇരട്ടത്താപ്പ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ശക്തിയായിട്ട് തുറന്നു പറയേണ്ട കാലമാണ്. ഇത് മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല, ഇത് ക്രിസ്ത്യാനികളുടെ പ്രശ്നമല്ല, ഇത് ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരുടെ പ്രശ്നമാണ്. വളരെ ഇത് ഹിന്ദുത്വ, പഴയ ഹിന്ദുത്വ, ഇന്ത്യയിലെ എല്ലാ പിന്നോക്കക്കാരൻ. മോദി തന്നെ OBC ആണ്, പിന്നെയാണ് നിങ്ങൾ ഈ പറയുന്നത് മോഡി OBC ആണ്. ശരി, ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ എത്ര OBC കാരനിരിക്കുന്നുണ്ട്? യാദവർ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട OBC കമ്മ്യൂണിറ്റി അല്ലേ? ഒരൊറ്റ യാദവനെ പോലും അതിനകത്ത് കയറ്റിയിട്ടില്ല. ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ മാത്രമല്ല, ഇന്ത്യയിലെ മറ്റെല്ലാ പ്രധാനപ്പെട്ട ഭരണാധികാര കേന്ദ്രങ്ങളിൽ
IAS ആയാലും ശരി, IFS ആയാലും ശരി, IPS ആയാലും ശരി, മറ്റ് ഭരണകൂട കേന്ദ്രങ്ങളായാലും ശരി, ഈ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ, ഏറ്റവും പിന്നോക്കക്കാരായ എത്ര പേർക്ക് സ്ഥാനമുണ്ട്, എത്ര പേർക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്? അതൊന്നും കൊടുക്കാതെ OBC കാരനാണ് പ്രധാനമന്ത്രി. OBC കാരൻ പ്രധാനമന്ത്രി ഉണ്ടാവും, OBC കാരൻ പ്രസിഡന്റ് ഉണ്ടാവും, ദളിതൻ പ്രസിഡന്റ് ആക്കിയിരിക്കും. സ്ഥാനമാനങ്ങൾ കൊടുത്തത് കൊണ്ട് മാത്രം കാര്യം, റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ തയ്യാറല്ലാത്തൊരു ഭരണം. അതുകൊണ്ടാണ് ഈ പ്രമേയം. അത് രണ്ടെവിടെ മുഹമ്മദ് വേളമ്മയോട് അവതരിപ്പിച്ച ഈ റെപ്രസെൻറ്റേഷൻ്റെ പ്രശ്നം വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ആ പ്രമേയം ഇന്ത്യയിലെ സമുദായങ്ങളുടെ അവസ്ഥ, സമുദായങ്ങൾക്ക് എന്ത് റെപ്രസെൻറ്റേഷൻ ഈ രാജ്യത്തുണ്ട് എന്ന കാര്യം അത് പരിപൂർണമായി സർക്കാർ പരിഗണിക്കണം. ആ തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയിട്ട് ന്യായമായ റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. അത്തരത്തിലുള്ള ആ പ്രമേയത്തെയും ഞാൻ പിന്തുണയ്ക്കും. നമസ്കാരം.